തിരുവനന്തപുരം കണ്ണമ്മൂല എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ്. കാരണം നമുക്ക് കണ്ണമ്മൂലയിൽ നിന്ന് പെട്ടെന്ന് തന്നെ പേട്ട പോകാം, അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജിലോട്ട് ആ റൂട്ടിലേക്ക് പോകാം, കുമാരപുരത്ത് പോയിട്ട് അവിടെ നിന്ന് തിരിഞ്ഞു പോയാൽ കിംസായി, ആ രീതിയിൽ ഒത്തിരി അധികം ആക്സസ് ആണ്. അതായത് ബൈപ്പാസിൽ പോകണമെന്നുണ്ടെങ്കിലും എയർപോർട്ടിൽ പോകണമെന്നുണ്ടെങ്കിലും നമ്മുടെ മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും തിരുവനന്തപുരം സിറ്റിക്കകത്തേക്ക് വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിലും എല്ലായിടത്തും നമുക്ക് ഈസിലി പോകാൻ പറ്റുന്ന രീതിയിൽ ആക്സസ് ഉള്ളൊരു ലൊക്കേഷനാണ്. പക്ഷേ കണ്ണമ്മൂലയിൽ മിക്കവാറും പ്രോപ്പർട്ടീസ് നോക്കുമ്പോൾ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം അങ്ങോട്ടേക്കുള്ള വഴിയാണ് കേട്ടോ. വീതി ഉണ്ടാവില്ല, അല്ലെങ്കിൽ കുന്നും മലയൊക്കെ കയറി ഇറങ്ങേണ്ടി വരും, അല്ലെങ്കിൽ വെള്ളം കയറും. ഈ രീതിയിലൊക്കെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എന്നിരുന്നാലും വിലയ്ക്ക് ഒരു കുറവുമില്ല. പക്ഷേ ഈ പ്രോപ്പർട്ടി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ വഴി നോക്കി, ഏകദേശം 5 മീറ്റർ വിഡ്ത്തിലാണ് നമുക്ക് റോഡുള്ളത്. അങ്ങനെ നല്ലൊരു പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷനിലാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത്. അതാ ഈ കാണുന്നത് പോലെ ഒത്തിരിയധികം വീടുകളുള്ള ലൊക്കേഷനാണ്. അപ്പുറത്തേക്കൊക്കെ നമുക്കൊരു വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പ്ലോട്ട് വരുന്നത് ഇത് ടോട്ടലായിട്ട് 10 സെൻറ്റാണ്. നമുക്ക് ടാർ ചെയ്തിരിക്കുന്ന റോഡാണ് നമ്മുടെ ഫ്രണ്ടേജ് കേട്ടോ. ഇതിനകത്തേക്കൊരു വഴി ഇങ്ങനെ കിടപ്പുണ്ട്, പക്ഷേ അകത്ത് അതൊരു ഫാമിലിയുടേതാണ്. അപ്പോൾ അത് ഇതുവരെയും നമുക്ക് പബ്ലിക്കിന് കൈമാറിയിട്ടില്ല. അപ്പോൾ ആ വഴിയിലേക്ക് നമുക്ക് ആക്സസ് ഇല്ല. ഈ വഴി ബേസ് ചെയ്ത് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് വരും. നമുക്ക് ഈ പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞുതരാം. കണ്ണമ്മൂല ജംഗ്ഷനിൽ നിന്ന് നമ്മൾ വീണ്ടും പേട്ട പോകുന്ന വഴി, കണ്ണമ്മൂല പാലം എത്തുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഇടത്തോട്ട് കാണുന്ന വഴി, അവിടെ നമുക്ക് ചട്ടമ്പി സ്വാമികളുടെ ഒരു ആർച്ചൊക്കെ വെച്ചിട്ടുണ്ടാവും. അതുവഴി അകത്തേക്ക് കയറി വരാം. അങ്ങനെ വരുമ്പോഴത്തേക്കും ട്രിവാൻഡ്രം മെറിഡിയൻ എന്ന് പറഞ്ഞ് നമുക്കൊരു ഫ്ലാറ്റ് സമുച്ചയം കാണാൻ സാധിക്കും. എന്താ ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് ആ ഒരു ഫ്ലാറ്റ് കാണാം. ആ ഫ്ലാറ്റ് കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നോട്ട് വരുമ്പോൾ ഇടതുവശത്തെ ഒരു ട്രാൻസ്ഫോമർ, അത് കഴിഞ്ഞ ഉടൻ വലത്തോട്ട് ദേവി നഗറിനകത്തോട്ട് കയറി വന്നാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മെയിൻ റോഡിൽ നിന്ന് 600 മീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇനി അതല്ല, കണ്ണമ്മൂലയിൽ നിന്ന് തേക്കുമൂട് റോഡിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ കലാകൗമുദി റോഡ് ഇടത്തോട്ട് പോകും. ഏകദേശം അതിന് ഓപ്പോസിറ്റായിട്ട് കാണുന്ന റോഡ്, അവിടെയും സെയിം ഈ ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ആർച്ച് വെച്ചിട്ടുണ്ടാവും. അതുവഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടതുവശം ദേവി നഗർ നോക്കി വന്നാൽ മതി. ആ ഒരു റോഡിൽ നിന്ന്, കണ്ണമ്മൂല തേക്കുമൂട് റോഡിൽ നിന്ന് 500 മീറ്ററാണ് പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത്. ഇതിൻ്റെ ഓണറിൻ്റെ തന്നെ വീടാണ് തൊട്ടടുത്തായിട്ട് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് പ്രോപ്പർട്ടി ഒന്ന് കാണുന്ന സമയം തന്നെ നേരിട്ട് അദ്ദേഹത്തെ വിളിക്കുക, പിന്നെ കാര്യങ്ങളങ്ങ് ഡീലേ ആക്കുക. ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് 17 ലക്ഷം രൂപയാണ്. മൊത്തത്തിൽ നമുക്ക് ഈ 10 സെൻറ്റ് ഒരുമിച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് എടുക്കുന്നവർക്ക് വേണമെങ്കിൽ 2 ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു എൽ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഇപ്പുറത്തേക്ക് ഒരു പ്ലോട്ടും അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് വഴിയൊന്ന് വണ്ടി കയറാൻ കണക്കിന് ഒരു വീതി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് അടുത്തൊരു പ്ലോട്ടും ആക്കി എടുക്കാനും സാധിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഐഡിയ ഉള്ളവർ 2 വീടൊക്കെ വെക്കണം, അങ്ങനെയൊക്കെ ഐഡിയ ഉള്ളവരാണെന്നുണ്ടെങ്കിലും വാങ്ങിയിടാവുന്നതാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് തന്നെ ഈ കണ്ണമ്മൂലയിൽ ഇതുപോലെ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ചെയ്ത് ഇതുപോലുള്ളൊരു പ്ലോട്ടിൽ 6 അപ്പാർട്ട്മെൻറ്റാണ് ചെയ്തത് കേട്ടോ. നമ്മൾ ശരിക്കും വാടകയ്ക്ക് കൊടുക്കാനായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻറ്റീരിയറിലൊക്കെ അത്ര അധികം ചെയ്യേണ്ടി വരത്തില്ല, ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ മാസം അതിൽ നിന്ന് നല്ലൊരു വരുമാനം അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയായാലും ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് പുറത്താണ് അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടെങ്കിലും ഇവിടെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്.